ഞാൻ എന്റെ മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങളോട് പറയുന്ന എന്റെ പ്രസംഗം നിർത്തുന്നു. അതിലിടക്ക് പറയുന്നു, ഓ മുസ്ലിം സമുദായമേ, നിങ്ങൾ ഏത് കോൺഗ്രസ് ആയാലും, കേരള കോൺഗ്രസ് കുല്ലുഹും മജ്മഉൻ എല്ലാരോടും പറയുന്നു, അല്ലാത്ത കോൺഗ്രസിലുള്ള എല്ലാ ഗ്രൂപ്പിനോടും പറയുന്നു, എല്ലാ ലീഗിനോടും പറയുന്നു, എല്ലാ ജനതയോടും പറയുന്നു, അതാ നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ആത്മാർത്ഥമായി ഈ സമുദായം പുരോഗമിക്കാൻ വേണ്ടി കാര്യലാഭം ഉദ്ദേശിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, നമ്മുടെ മഖറിന്റെ സമ്മേളനം വരുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോ അതിന് നിങ്ങൾ പാർട്ടി നോക്കാതെ നിങ്ങൾ അതിനെ പരിപോഷിപ്പിക്കൂ. പണ്ഡിതന്മാർക്കിടയിൽ അസൂയയുടെ പേരിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ പണ്ഡിതനെയും ചീത്ത പറയാതെ, തെറി പറയാതെ, തെറ്റിദ്ധരിക്കാതെ, നിങ്ങൾ ഒരു തങ്ങളെയും നിന്ദിക്കാതെ നിങ്ങൾ ഐക്യപ്പെടാൻ ശ്രമിക്കൂ. മംഗലാപുരം പള്ളിയുടെ ഉദ്ഘാടനം വന്നപ്പോ മഹാനായ താജുൽ ഉലമ പറയുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നിങ്ങളെ ക്ഷണിക്കണം. കാന്തപുരം ഉസ്താദ് പറയുന്നു ക്ഷണിക്കണം. അവിടുത്തെ നേതാക്കന്മാര് പോയി ക്ഷണിക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ആരോഗ്യം പോരാ, പക്ഷേ മംഗലാപുരം വരെ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി ആരോഗ്യം പരിഗണിക്കാതെ തങ്ങൾ മംഗലാപുരത്ത് വരുന്നു. ആ പള്ളി ഉദ്ഘാടനത്തിന് അതാ പള്ളി തുറന്നുകൊണ്ട് താജുൽ ഉലമ ഉദ്ഘാടനം ചെയ്യുന്നു. പള്ളിയിൽ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളോട് അതാ ഇമാമത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ താജുൽ ഉലമയും ഖമറുൽ ഉലമയും ആവശ്യപ്പെടുന്നു. തങ്ങൾ വൈമനസ്യം കാണിക്കുന്നു. അല്ല, നിങ്ങൾ തന്നെ നിൽക്കണമെന്ന് താജുൽ ഉലമയും ഖമറുൽ ഉലമയും നിർബന്ധിക്കുന്നു. അവിടുന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോ മഹാനായ ശിഹാബ് തങ്ങൾക്ക് ആരോഗ്യം കൊണ്ട് അനാരോഗ്യം കൊണ്ട് സാധിക്കാത്തതിനാൽ ബഹുമാനപ്പെട്ടവരുടെ കൈ നിസ്കാരം ബാത്തിലാകാത്ത നിലയ്ക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് കൈ പിടിച്ചു കൊടുത്തിട്ട് ഉയർത്തുന്നത് ഒന്നാം സഫിൽ കണ്ടവരാണ് ഞാൻ. താജുൽ ഉലമ ആഗ്രഹിച്ചത് ഈ സമുദായം ഒന്നിക്കാനാണ്. അതുപോലെ ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചത് ഒന്നിക്കാനാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആഗ്രഹിച്ചത് ഒന്നിക്കാനാണ്. പക്ഷേ എന്റെ പ്രസംഗം നാദാപുരത്തെ അതാ ലീഗിന് സമമായ സമസ്തക്ക് സംഘർഷം എന്ന പ്രസംഗത്തിൽ ഞാൻ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. ശിഹാബ് തങ്ങൾ സമസ്തയല്ലെന്ന് അപ്പുറത്തെ സമസ്തന്റെ സെക്രട്ടറി പറയുന്നു. അത് ഞാൻ അതിൽ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഈ അടുത്ത് വായിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കലാകൗമുദിയോട് പറഞ്ഞത് അതാ കലാകൗമുദിയിൽ അതാ എഴുതിയത് നിങ്ങൾക്ക് കാണാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് കോഴിക്കോട്ടെ ഖാദിയാരോഹണത്തിന് വേണ്ടി വരുമ്പോ അപ്പുറത്തെ സമസ്തക്കാര് കാറ് തടഞ്ഞു വെച്ചു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാറ് തടഞ്ഞു വെച്ചു, പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചു എന്താ കാരണം? അവര് പറഞ്ഞു അവിടെ കാന്തപുരം ഉണ്ടാകും, അവിടെ പോകാൻ പാടില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണേണ്ടതുണ്ട്. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇന്നും കലാകൗമുദിയിൽ നിങ്ങൾക്കത് കാണാം. സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വിശാലമുള്ള സയ്യിദന്മാരുടെ കൂടെ, അത്തരം വിശാലതയുള്ള പണ്ഡിതന്മാരുടെ കൂടെ ചേർന്ന് നിങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ടോ? SYS അതിനു വേണ്ടിയുള്ള സംഘടനയാണ്, SSF അതിനു വേണ്ടിയുള്ള സംഘടനയാണ്. സമുദായം തമ്മിലടിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുമ്പോ, മാധ്യമം ശ്രമിക്കുമ്പോ, ആ തമ്മിലടിപ്പിക്കുന്നതിൽ ഹരം ചേർന്നിട്ട് അതാ മദ്രസക്ക് തീ കൊടുക്കുന്ന കൂട്ടത്തിലും ഖുർആൻ കത്തിക്കുന്ന കൂട്ടത്തിലും അത് അക്രമം അഴിച്ചുവിടുന്ന കൂട്ടത്തിലും പെട്ടിട്ട് അള്ളാന്റെ കോടതിയിൽ ആരും കുടുങ്ങിപ്പോകണ്ട. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണേ. വഅഹ്ലീകും നാറാ, നിങ്ങളെ കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും നിങ്ങളെ ഫാമിലികളുടെയും ശരീരം നിങ്ങൾ നരകത്തുനിന്ന് കാക്കണേ.
ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന തീ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക്, അത് പച്ച മനുഷ്യന്മാരാണ്. വൽ ഹിജാറ, കല്ലുകളാണ്. കല്ലുകളും മനുഷ്യരെയും കത്തിക്കുന്ന തീയാണ് നരകത്തിന്റെ തീ. അലൈഹാ മലായികത്തുൽ ഗിലാദുൻ ശിദാദ്, ഒരൽപ്പവും ദയ കാണിക്കാത്ത വളരെ ക്രൂരമായ മനസ്സുള്ള മലക്കുകളാണ് ആ നരകം നിയന്ത്രിക്കുന്നത്. വല്ലാത്ത ക്രൂരതയുള്ള മനസ്സുള്ള മലക്കുകൾ, അവരവകയിലുള്ള ക്രൂരതയല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അവനറിയാത്ത രഹസ്യമില്ല, പരസ്യമില്ല. ആ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം നിൽക്കുന്ന വലിയ കടുപ്പമുള്ള മലക്കുകളാണ് നരകം നിയന്ത്രിക്കുന്നത്. അവിടെ കൈകൂലി നടക്കൂല, സ്വാധീനം നടക്കൂല. ആ നരകത്തെ തൊട്ട് നിങ്ങളെ ശരീരം കാക്കണേ. പരിശുദ്ധ ഖുർആനിന്റെ ഈ നിർദ്ദേശം ഈ തളിപ്പറമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലേക്ക് ഇതാ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളെ ശക്തമായ പ്രവർത്തനം ആരെയും ആക്രമിച്ചുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, സൽക്കർമ്മം പ്രവർത്തിച്ചുകൊണ്ട് നടത്തൂ. തിരുവനന്തപുരത്ത് അതാ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമീപത്ത്, മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് 20 സെന്റോളം സ്ഥലം വലിയ ഭീമമായ തുകകൾ കൊടുത്ത് വാങ്ങിയത് എന്തിനാണ്? കേരളത്തിലും കർണാടകയിലും മറ്റു പല സ്ഥലത്തുമുള്ള ക്യാൻസർ രോഗികൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവർക്കവിടെ 1-2 ദിവസം വിശ്രമിക്കാനും ടെസ്റ്റുകൾ നടത്താനും വേണ്ടി വരുമ്പോ അവർക്ക് ആവശ്യമായ സൗകര്യം കൊടുക്കാൻ SYS തീരുമാനിക്കുന്നു. അതുപോലെ ഓരോ മെഡിക്കൽ കോളേജിന്റെ സമീപത്തും തീരുമാനിക്കുന്നു, ക്യാൻസർ സെന്ററിന്റെ സമീപത്ത് തീരുമാനിക്കുന്നു. നമ്മുടെ വിദേശത്തുള്ള ICFന്റെ പ്രവർത്തകർ ആ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് സഹായിക്കുന്നു. അതുപോലെ ഓരോരുത്തരും കണ്ണീരൊപ്പാൻ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ, നമ്മുടെ നാടുകളിലൊക്കെയും മെഡിക്കൽ സെന്ററുകൾ തുടങ്ങാൻ, ആശുപത്രികളിൽ ആംബുലൻസും അതുപോലെ വീൽ ചെയറും കൊടുക്കാൻ, അങ്ങനെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നമ്മുടെ SYSന്റെ പ്രവർത്തനം നടക്കുമ്പോ, SSFന്റെ പ്രവർത്തനം നടക്കുമ്പോ അതിൽ സജീവമായി നിങ്ങൾ ആഖിറം സമ്പാദിക്കൂ. ജനങ്ങളെ, ആഖിറം സമ്പാദിക്കൂ. മുഅ്മിനീങ്ങളെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കൂ. ചെറുപ്പക്കാരെ, മദ്യത്തിന്റെ പിന്നാലെ പോകാതെ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള യോഗ്യത നേടൂ. മുസ്ലിമീങ്ങളെ, കള്ള് കുടിച്ചിട്ട് അബൂജഹലിന്റെ ചലം കുടിക്കുന്നതിന് പകരം ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ യോഗ്യത നേടൂ. ചെറുപ്പക്കാരെ, കഞ്ചാവിന്റെയും ചീത്തയുടെയും തെറിഭാഷാഭിഷേകത്തിന്റെയും കല്ലേറിന്റെയും കുറ്റം പറച്ചിലിന്റെയും ഗീബത്ത് പറച്ചിലിന്റെയും പിന്നാലെ പോകാതെ ഖുർആൻ പാരായണം ചെയ്യൂ, സലാത്ത് വർദ്ധിപ്പിക്കൂ, ദിക്ർ വർദ്ധിപ്പിക്കൂ. മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കൂ. മരിക്കുന്ന സമയത്ത് താജുൽ ഉലമയെ പോലെ ദിക്ർ ചൊല്ലി മരിക്കാൻ ശ്രമിക്കൂ. മഹാനായ പൊന്മള ഉസ്താദിന്റെ പുതിയാപ്പിള മഹാനായ സുലൈം ഉസ്താദിന്റെ മകൻ അബ്ദുറഹ്മാൻ സഖാഫി അസ്സരി, അദ്ദേഹം രാവിലെ ദർസ് നടത്തി. അതാ പെട്ടെന്ന് അസ്വസ്ഥത തോന്നി. ബാപ്പയെ വിളിപ്പിച്ചു. ബാപ്പ വരുമ്പോൾ മകൻ അല്ലാഹ് 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 ചൊല്ലുന്നു. ബാപ്പയായ സുലൈമാൻ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റല്ലാത്ത മറ്റൊന്നും എന്റെ മകൻ ഉച്ചരിക്കരുതെന്ന് മനസ്സിലാക്കി ഒന്നും ചോദിച്ചിട്ടില്ല. ദിക്റും ചൊല്ലിയിട്ട് ജുമഅൽപ്പം മുമ്പ് അബ്ദുറഹ്മാൻ അസ്സനി സഖാഫി മരിച്ചു. മഹാനായ സുലൈമാൻ ഉസ്താദ് അവറുകൾ
ജുമാന്റെ 10 മിനിറ്റ് മുമ്പ് മരണപ്പെട്ട മകനെയും കിടത്തിയിട്ട് ജുമാ നിസ്കാരത്തിന് പോയി. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ പണ്ഡിതന്മാരും അതാണ് നമ്മുടെ സമസ്ത നിയന്ത്രിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ആഖിബത്ത് നന്നായി മരിക്കാൻ നിങ്ങൾ ഖമറുൽ കൂടെ, നൂറുൽ കൂടെ, കൻസുൽ കൂടെ, ഉദുക്കുൽ ഉസ്താദിന്റെ കൂടെ, അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ അവരെ സദസ്സിൽ നിങ്ങൾക്ക് ഗീബത്തുണ്ടാകൂല, നമീമത്തുണ്ടാകൂല. ആരെങ്കിലും ഒരു മുസ്ലിയാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറയൂല. അവരൊരിക്കലും പള്ളിക്കെതിരെ പ്രകടനം നടത്താൻ സമുദായത്തോട് പറയൂല. ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്ന പണ്ഡിതന്മാരെ കൂടെ നിങ്ങളും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ സ്വർഗം നേടൂ മുസ്ലിമീങ്ങളെ. ഇത് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പ്രസംഗത്തിന് സൗകര്യം ചെയ്തെന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സ്ഥലം സൗകര്യം ചെയ്തവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും ഞങ്ങൾക്കും നീ നന്മകൾ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. നിന്റെ ബറക്കത്തുകൾ ചൊരിയണേ റഹ്മാനേ. രോഗമുള്ളവരെ രോഗങ്ങൾ മാറ്റണേ റഹ്മാനേ. ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പലരുമുണ്ട്. പോയ സ്ഥലത്തൊക്കെയും കിട്ടിയിട്ടുണ്ട്. റബ്ബേ, അവരെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനേ.